ഹോളിവുഡ് വേറെ ലെവൽ ഹൊറർ സിനിമകൾ ഇറക്കി വിട്ട വർഷമായിരുന്നു. ഇതാ കണ്ടോ, നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയും അഴിച്ചു വിട്ടിട്ടുണ്ട് ഒരു പടം, ഡയാസ് ഇറേ. കുറേ വർഷങ്ങൾക്ക് മുന്നേ നോക്കുവാണെങ്കിൽ മലയാളം സിനിമയിൽ തന്നെ, മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ കുറച്ച് ഹൊറർ സിനിമകളെ വന്നുകൊണ്ടിരുന്നുള്ളൂ. വളരെ കുറച്ച് ആണ്ടിലൊക്കെ. എസ്രയൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് ഓർമ്മയുള്ളത്. പിന്നീടാണ് രാഹുൽ ഭൂതകാലം എന്ന സിനിമയായിട്ട് സോണി ലൈവിൽ വരുന്നത്. അവിടെ മുതൽ കുറെ ക്വാളിറ്റി ഹൊറർ പടങ്ങൾ മലയാള സിനിമയിൽ വന്നു തുടങ്ങി. ആദ്യം ഭൂതകാലം തീപ്പൊരിയായിരുന്നു. എനിക്ക് രാഹുലിന്റെ ഫിൽമോഗ്രഫി തന്നെ നോക്കുവാണെങ്കിൽ എന്റെ വളരെ പേഴ്സണൽ ഫേവറേറ്റ്സ്. ഒന്ന് ആലോചിച്ച് OTT കണ്ടിട്ട് പോലും ഇഞ്ചിഞ്ചായി കൊന്ന ഒരു സിനിമയായിരുന്നു അത്. വല്ലാത്തൊരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് ആണ് സിനിമ സമ്മാനിച്ചത്. പിന്നീട് ബ്രഹ്മയോഗം, ദാ ഇപ്പോൾ ഡയസ് ഇറേ. ക്വാളിറ്റി മേക്കിംഗ്, അമേസിംഗ് ടീം, ഗ്രേറ്റ് വിഷൻ, അതിന്റെ ഒരു ഗുണമാണ് ഈ ഒരു സിനിമ. ഈ സിനിമയുടെ കഥ ജസ്റ്റ് ഒന്ന് വൺ ലൈനിൽ കേൾക്കുവാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുള്ളൂ. പക്ഷെ അത് എഴുതി ഡയറക്റ്റ് ചെയ്ത് വെച്ചതിലാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. രാഹുൽ, നിങ്ങൾ വേറെ സംഭവം തന്നെയാണ്. ബാക്ക് ടു ബാക്ക് ക്വാളിറ്റി ഹോറർ സിനിമകളാണ് മലയാളം ഇൻഡസ്ട്രി നിങ്ങൾ ഇപ്പൊ സമ്മാനിച്ചിരിക്കുന്നത്. ഈ ഹോറർ സംഭവം അല്ലെങ്കിൽ ഹോറർ എന്ന സിനിമയുടെ കാഴ്ചപ്പാട് തന്നെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട് മലയാളം പ്രേക്ഷകരുടെ ഇടയ്ക്ക് തന്നെ. ഒരു ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ്. ഈച്ച് ആൻഡ് എവരി ഏത് സിനിമ നോക്കിയാലും കംപ്ലീറ്റ്ലി കാഴ്ചപ്പാട് നിങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ പഴയ ഒരു കൈൻഡ് ഓഫ് സിനിമ, ഒരു ഹോറർ സിനിമ വന്നപ്പോൾ ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇങ്ങനത്തെ സിനിമകളാണ് ആൾക്കാർ കണ്ട് വളരുന്നത്. അത് ഏറ്റവും വലിയ നല്ല കാര്യമായിട്ട് തന്നെയാണ് പേഴ്സണലി തോന്നിയത്. ഹോറർ ഫാൻസ് എന്തായാലും തൃപ്തിപ്പെടും. അത്രയും കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഹോറർ പടം തന്നെയാണ് ഡയസ് ഇറേ. പിന്നെ രാഹുലിന്റെ പ്രീവിയസ് 2 സിനിമകളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മയുഗം ആണെങ്കിലും ഭൂതകാലം എടുത്ത് നോക്കുവാണെങ്കിലും വളരെ മിനിമൽ ആയിട്ടാണ് അതിനകത്ത് ഹോറർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ സിനിമയിൽ പ്രേതമുള്ള രീതിയിലാണ് ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി. അതിന് അതേപോലെ തന്നെയാണ് ഷാനാസ് ജലൽ എന്ന സിനിമാറ്റോഗ്രാഫർ പണിയെടുത്തിരിക്കുന്നത്. ആ ടെൻഷൻ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹോറർ അറ്റ്മോസ്ഫിയർ വൈബ് നല്ല രീതിയിൽ നമുക്ക് തരും. നമുക്ക് ടെൻഷൻ അടിക്കും, നമുക്ക് നല്ല രീതിയിൽ പേടിക്കും. അതേപോലെ തന്നെയാണ് ഇതിന്റെ ഷോർട്സും ഫ്രെയിംസ് ഒക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ക്രിസ്റ്റോഫർ സീവറുടെ മ്യൂസിക്, ഈ സിനിമയുടെ ടൈറ്റൽ മുതൽ അവസാനം വരെ അടിപൊളിയായിട്ട് തന്നെ പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഈരി ഫീലിംഗ്, ആ ഒരു വൈബ് എല്ലാം നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഇതിനകത്ത് പണി വെച്ചിരിക്കുന്നത്. പണി അറിയാവുന്ന ആളുടെ കയ്യിൽ നിന്ന് ഹൊറർ കഥ കിട്ടിക്കഴിഞ്ഞാൽ ആരെ ഹയർ ചെയ്യണം, ആരെ കൊണ്ട് പണിയെടുപ്പിക്കണം എന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. അത് രാഹുൽ നല്ല വൃത്തിക്ക് ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. രാഹുൽ സദാശിവനെ നമിച്ചേ പറ്റൂ. സൂപ്പർ വർക്കാണ് വീണ്ടും ചെയ്തു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ സൗണ്ട് ഡിസൈൻ നല്ല വെടിപ്പായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കളർ ഗ്രേഡിങ്ങും നല്ല ഡീസന്റ് ആയിരുന്നു. ആ സിനിമയുടെ മൂഡ് നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ടായി. പിന്നെ വേറെയും കുറച്ച് സർപ്രൈസ് ഉണ്ട് ഈ സിനിമയിൽ. കുറച്ച് ഈസ്റ്റർ എഗ്സ് ഒക്കെ പോലെ അതെല്ലാം നല്ല വൃത്തിക്ക് തന്നെ കാണിച്ചിട്ടുണ്ട്. പ്രണവ് ജിബിൻ നന്നായിരുന്നു. ജയ കുറുപ്പ് അത്യാവശ്യം കുറെ സിനിമകൾ നമ്മൾ കണ്ട് ഒരു മുഖമായിരിക്കും. പക്ഷെ ഈ ഒരു സിനിമയിലെ മുഖമായിരിക്കും നമുക്ക് ഒരിക്കലും മറക്കാനാവാത്തത്. ഇതിനകത്ത് കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ അരുൺ കമന്റബിൾ വർക്ക് തന്നെയാണ് ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. സത്യം പറയാല, തിയേറ്റർ എക്സ്പീരിയൻസ് ഗ്യാരണ്ടി ഉള്ള സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. അതേപോലെ തന്നെയാണ് ഇതിന്റെ ടെക്നിക്കൽ ടീം ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ തിയേറ്ററിൽ ഒരിക്കലും മിസ് ചെയ്യേണ്ട തന്നെ ഈ പടം കാണാൻ നോക്കുക. ഓവറോൾ പറയുകയാണെങ്കിൽ ഹാലോവിൻ ഡേക്ക് കാണാൻ പറ്റിയ ഒരു ഗ്രിപ്പിംഗ്, സാറ്റിസ്ഫൈങ് ആയ ഒരു ഹൊറർ സിനിമയാണ് ഡയാസ് ഇറേ. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്.